മരുന്ന് കുടിച്ചിട്ടും പ്രമേഹം കൺട്രോൾ ആകുന്നില്ല എന്നുള്ളത് പലരും പറയുന്നൊരു കോമൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റാണ്. മിക്ക പ്രമേഹ രോഗികളും പറയുന്നൊരു പ്രശ്നം കൂടിയാണ്. ഡോക്ടറെ, ഞാൻ 2 നേരം 3 നേരം മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, പക്ഷേ നോർമൽ ലെവലിലേക്ക് എന്ത് വരുന്നില്ല, ഷുഗർ വരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു ആളുകളുടെ ഈ പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സർവ്വസാധാരണമായിട്ട് കഴിക്കുന്ന പല ഭക്ഷണങ്ങളും തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ട്. അതായത് ഷുഗർ കൂട്ടുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. ആ ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ചിലതൊക്കെ ഒഴിവാക്കണം, ചിലത് ഒഴിവാക്കരുത് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ രോഗികളെടുത്ത് വരുമ്പോൾ, എസ്പെഷ്യലി ഒരു 35-40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഷുഗർ ശരിക്കും കൺട്രോൾ അല്ലെങ്കിൽ നോർമൽ ലെവലിലേക്ക് എത്താത്ത ആളുകൾ, മരുന്ന് കഴിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് നമ്മൾ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടുന്നുണ്ട്. അതുമാത്രമല്ല അതിന് കാരണമാകുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്, അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ കൂടുന്നുണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, പ്രമേഹ രോഗികൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഒരു 10 ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അവർ നിർബന്ധമായിട്ടും പരമാവധി കഴിക്കാൻ ശ്രമിക്കേണ്ട ഒരു 10 ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, മരുന്ന് കഴിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷുഗർ കൺട്രോൾ ആക്കി വരാനും പറ്റും. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ ഒരു ഹെൽത്തി ആയിട്ട് ഷുഗർ മൂലമുള്ള പ്രയാസങ്ങൾ കുറയ്ക്കാൻ എന്ത് ചെയ്യും, നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. പലപ്പോഴും നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡിക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് വരുമ്പോൾ പേഷ്യൻസ് പറയാറെന്താണ്, അത് സർവ്വസാധാരണമായിട്ട് കഴിക്കുന്നല്ലേ എന്ന് ഒരു ഡയലോഗ് അടിക്കാറുണ്ട്. അതുപോലെ തന്നെ പറയും, എപ്പോഴും ഇല്ലല്ലോ ഡോക്ടറെ, എപ്പോഴെങ്കിലല്ലേ ഉള്ളൂ എന്ന് പറയുന്ന മറ്റൊരു ഡയലോഗുണ്ട്. ഈ 2 ഡയലോഗാണ് പലപ്പോഴും നമ്മുടെ അഡിക്ഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ലോക്കാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ രോഗിയുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മധുരം കഴിക്കരുത്, ഞാൻ ഇതിന് അങ്ങനെ കുടിക്കൊന്നുമില്ല, ഞാൻ ഒരു ഗ്ലാസ് ചായ ഒന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ഒന്ന് കുടിക്കുമെന്ന് പറയും. അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചില അഡിക്ഷനുകൾ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചില ഭക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കൽ മാത്രമല്ല, അതിനാനുപാതികമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലമേഷൻ കൂടെ ബോഡിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹത്തിൻ്റെ കൂടെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസുകൾ, പെട്ടെന്ന് സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്, രക്തം കട്ടപിടിക്കാനൊക്കെയുള്ള സാധ്യത, അങ്ങനെ വിവിധ അസുഖങ്ങൾക്കും കൂടെ എന്തുണ്ട്, അത് പിന്നീട് നയിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, മധുര പലഹാരങ്ങൾ തന്നെ, പായസമായിട്ട് അല്ലെങ്കിൽ ലഡുവായിട്ട് ജിലേബി ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് സിമ്പിൾ ഷുഗറാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിൽ ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യും. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഷുഗർ പെട്ടെന്ന് കൂടും എന്നുള്ളതാണ്. അതുമാത്രമല്ല ചിലപ്പോൾ പലതും എന്ത് ചെയ്യും, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. നമ്മളത് ഈ പറഞ്ഞതുപോലെ ഓയിലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാച്ചുറേറ്റഡ് ഫാറ്റും കൂടെ വരും. അപ്പോൾ വരുമ്പോൾ ഒന്ന് ഇൻഫ്ലമേഷന് നല്ലോണം കൂടും, അത് മാത്രമല്ല കൊളസ്ട്രോളും കൂടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഭാഗത്ത് മെഡിസിൻ കഴിക്കുന്നുണ്ട് ഷുഗർ കുറയാൻ, മറ്റൊരു ഭാഗത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോഴും പറയുന്നുണ്ട്, ഓട്ടയുള്ള ദ്വാരമുള്ള ബക്കറ്റിൽ പാത്രത്തിൽ എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യം ഉണ്ടായിരിക്കില്ല, അതിങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഷുഗറുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വൺ ടൈം ഞാൻ ഒരു നേരമല്ലേ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കഴിക്കുക എന്ന് പറയും, പക്ഷേ ആ ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ ബോഡിയിൽ വലിയ തോതിൽ മാറ്റം ഉണ്ടായിരിക്കും. നമ്മൾ കാണുമ്പോൾ ചെറിയ ഒരു ലഡു ആയിരിക്കും ഉണ്ടാകുക, പക്ഷേ അതിലൊരു എഫക്റ്റ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണ്. അപ്പോൾ ഒന്ന് ആ ഒരു ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളാണ്. പാക്കഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളുണ്ട്, 7up പോലെയുള്ള കാർബണേറ്റഡ് ആയ ഡ്രിങ്ക്സുകളുണ്ട്, അല്ലാത്ത ജ്യൂസുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ, മുന്തിരിയുടെയും മാംഗോയുടെയൊക്കെ എന്ത് ചെയ്യുക, ജ്യൂസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽസുകൾ നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത്, സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസുകളും പ്രിസർവേറ്റീവ്സ് നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മാത്രമല്ല കളറിങ് ഏജൻസുകൾ കൂടുതലായിരിക്കും, അതിന് കൂടെ തന്നെ നല്ല മധുരം കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഷുഗർ സ്പൈക്കാക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന സംഗതി. നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ളൊരു ശീലമാണ് നമ്മൾ 7up അക്കോള പോലുള്ള കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഷുഗർ കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ ഹൈ ആണെന്നുള്ളതാണ്, പെട്ടെന്ന് ഷുഗർ
കൂടും. അത് മാത്രമല്ല ഇതിന് വേറൊരു പ്രത്യേകത ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ ഫൈബറാണ്. ഫൈബറിൻ്റെ പ്രസൻസ് അതിലില്ല. ഒരു മധുരമുള്ള വ്യത്യസ്ത ടേസ്റ്റുകളുള്ള ഫീൽ ചെയ്യുന്ന ഒരു വെള്ളം അങ്ങനെ നമുക്കതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഫൈബർ സീറോ ആയതുകൊണ്ട് തന്നെ വളരെ ഹാംഫുള്ളാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് കൂടെ എന്തെങ്കിലും നാരുകളടങ്ങിയ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്, ഈ നാരുകളുടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഷുഗർ കൂട്ടില്ല. മെല്ലെ 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 ഷുഗർ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷുഗർ ഹൈപ്പറായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സ്പൈക്ക് വലിയ തോതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഗ്രാജ്വലി ഇൻക്രീസ് ഉണ്ടാവുള്ളൂ. പക്ഷേ അതേസമയം നമ്മളിങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കഴിക്കുന്ന സമയത്ത് നല്ല സിവിയർ മധുരം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല പ്രിസർവേറ്റീവ്സുകൾ അതിൽ നല്ലോണം ഉണ്ടായിരിക്കും. അതിന് കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ഫൈബർ ഒന്ന് സീറോ ലെവലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഷുഗർ കൂടുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രിങ്ക്സുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക തന്നെ വേണം എന്നുള്ളതാണ്. മൂന്നാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബേക്കറി ഐറ്റംസുകളാണ്. അത് ചിലപ്പോൾ ബ്രെഡായിരിക്കാം, അല്ലെങ്കിൽ മിച്ചർ പോലെയുള്ള അങ്ങനെയുള്ളതായിരിക്കാം. അതുപോലെ ബേക്കറി ഐറ്റംസുകൾ ബിസ്ക്കറ്റ് പോലെയുള്ളത്, ലഡു, ഇതൊക്കെ ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസുകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ഈവൻ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഷുഗർ ഇല്ല, മധുരം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ബേക്കറി ഐറ്റംസ് എല്ലാത്തിലും ഒന്നെങ്കിൽ മൈദ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇതിൽ ചേർക്കുന്ന എന്താണ്, മൈദയുടെ കൂടെ അതിൽ നമ്മൾ ചേർക്കുന്ന എന്താണ്, മധുരമാണ്. ഈ രണ്ട് സംഗതിയും ഇൻസുലിൻ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് കൂട്ടുന്നത്, അതായത് ഷുഗർ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചില ആളുകൾ എന്താ ചെയ്യാറുള്ളത്, ചായയുടെ കൂടെ കുറച്ച് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ ബെന്നോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുള്ളതാണ്. അത് മാത്രമല്ല ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്ന ഷുഗറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ഷുഗർ കൂടത്തേയുള്ളൂ. അപ്പോൾ ഒരു പനി വരുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ഷീണം തോന്നുന്ന സമയത്ത് ഷുഗർ കുറഞ്ഞതാണല്ലോ, മധുരം ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ബേക്കറി ഐറ്റംസുകൾ ചൂസ് ചെയ്യരുത്. ഈവൻ മധുരമില്ലാത്ത ബേക്കറികളാണെങ്കിൽ പോലും അത് ചൂസ് ചെയ്യാൻ പാടില്ല. അത് നല്ലതല്ല. ചിലതുണ്ട് സോൾട്ട് ഇട്ട് വരുന്നതുണ്ട്. അപ്പോൾ അതും ഡേഞ്ചർ ആക്ച്വലി. കാരണം സോൾട്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മിക്കപ്പോഴും BP കൂടാനുള്ള സാധ്യതകളും കിഡ്നി ഡിസീസുകൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ബേക്കറി ഐറ്റംസുകൾ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ഹെവി ഫുഡായിട്ട് കഴിക്കുന്ന ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്തെങ്കിലും ഈവൻ സ്നാക്സുകളൊക്കെ ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ അല്ലാതെ കഴിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വൈറ്റ് റൈസ് എന്ന് പറയുന്നത്, ചോറ് എന്ന് പറയുന്നത്, അതുപോലെ പാസ്ത, നൂഡിൽസ് എന്ന് പറയുന്നത്, ഇത് പെട്ടെന്ന് ഡൈജസ്റ്റഡ് ആകാനും പെട്ടെന്ന് അബ്സോർപ്ഷനും നല്ല രീതിയിൽ കൂട്ടും. പെട്ടെന്ന് എന്ത് ചെയ്യും, ഷുഗർ വലിയ തോതിൽ കൂടുന്നുള്ളതാണ്. അപ്പോൾ ഇത് അമിതമായിട്ട് എടുക്കരുത്. കഴിക്കുകയാണെങ്കിൽ തന്നെ ബ്രൗൺ റൈസുകളൊക്കെ കഴിക്കുക. അതിന് കൂടെ തന്നെ വേണത് വളരെ സിവിയറാണ്, വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് കഴിക്കുമ്പോൾ തന്നെ പരമാവധി എന്ത് ചെയ്യണം, വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കഴിക്കുക. അതേപോലെ വളരെ ലിമിറ്റഡ് ആക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, കൺട്രോൾ ആകാൻ പറ്റുന്നില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ാണ് ഉചിതമായിട്ടുള്ളത് കേട്ടോ. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു ശീലമുണ്ട്, ഒരുപാട് ചോറ് കഴിക്കുന്നൊരു ടെൻഡൻസി ഉണ്ട്. അതൊരിക്കലും ഉണ്ടാകരുത്. ആ എമൗണ്ടിൽ കുറക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചാമാരി ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ കഞ്ഞി വെച്ചിട്ടോ ചോറൊക്കെ ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷുഗർ കുറക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഹെവി മീൽസ് എടുക്കുന്ന സമയത്ത് ചോറൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ട്രഡീഷണൽ നമുക്ക് ചില സിസ്റ്റംസ് ഉണ്ട്. ഓണം വന്ന് നമ്മൾ പായസം കുടിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ടെൻഡൻസി എസ്പെഷ്യലി മലബാർ ഏരിയകളൊക്കെ കല്യാണം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കല്യാണത്തിന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് പ്രിഫറബിൾ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ചിലപ്പോൾ ജിലേബി ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹലുവ ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പായസമായിട്ടുണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഷസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നതാണ്, ഷുഗർ കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചു, അതിന് കൂടെ തന്നെ ഇതും കൂടി ആകുമ്പോൾ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, നല്ല ബോഡിക്ക് നല്ല ലോഡിങ് വരും. പാങ്ക്രിയാസിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ എന്ത് ചെയ്യും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ നല്ലോണം കൂടും, അത് ബോഡിക്ക് നല്ലോണം ബാധിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായിട്ട് എടുക്കുന്നതും കഴിക്കുന്നതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ പരമാവധി വയ്ക്കുക. നമ്മൾ ഈവൻ പഴംപൊരി ആകട്ടെ, ഉണ്ണിയപ്പാകട്ടെ, പൊരിച്ചു കൊണ്ടെടുക്കുന്ന ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളിൽ ബാജി പോലെയുള്ളത്, പിന്നെ അതുപോലെ തന്നെ പക്കോട പോലെയുള്ളത്, ഇതൊക്കെ നമ്മളൊരു എന്താ പറയുക, ചില ശീലങ്ങളാണ്. അതില്ലാതെ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഒന്ന് അതിൽ വളരെ നല്ല രീതിയിൽ കാർബ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്, നല്ല രീതിയിൽ ഷുഗർ കൂട്ടും, പെട്ടെന്ന് ഷുഗർ സ്പൈക്ക്. രണ്ടാമത് എന്താണ്, സാച്ചുറേറ്റഡ് ഫാറ്റുകളാണെന്നുള്ളത് നമ്മൾ അറിയണം. അതുമാത്രമല്ല നമ്മൾ പുറത്ത് നിൽക്കരുത് വാങ്ങുന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യും, ഇത് ഒരു
ഒരു തവണ ഉപയോഗിച്ച എണ്ണയിൽ തന്നെ വീണ്ടും വറുക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന സാഹചര്യം കൂടെ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അത് ആക്ച്വലി ഒരു ഡബിൾ എഫക്റ്റാണ് ബോഡിക്ക് ഉണ്ടാകുന്നത്. ഒന്ന്, നല്ല രീതിയിൽ കൊളസ്ട്രോൾ പോലെ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്, ഇൻഫ്ലമേഷൻ കൂടാനുള്ള സാധ്യതകൾ, ക്രോണിക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷുഗർ നല്ല രീതിയിൽ കൂടുന്നുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ റെഡി ടു ഈറ്റ് ഫുഡുകളുടെ ചപ്പാത്തി പോലെയുള്ളത്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ, പൊറോട്ട പോലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ഡേഞ്ചർ ആകുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ കൂട്ടുകയും ചെയ്യും. അതുമാത്രമല്ല മിക്കതിലും പ്രിസർവേറ്റീവ്സ് നല്ലോണം ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ സോൾട്ട് നല്ലോണം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, BP കൂടാനുള്ള സാധ്യതയും കൂടെ അവിടെ കൂടുതൽ. അതേപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ബേക്കറിയിൽ തന്നെ എസ്പെഷ്യലി ഉപ്പ് കൂടിയ പല പദാർത്ഥങ്ങളുണ്ട്, എസ്പെഷ്യലി മിക്സർ പോലെയുള്ളതൊക്കെ. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്താ പറയുക, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ബോഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു കണ്ടീഷനിലൊക്കെ ബോഡി പോകാം. കാരണം അതിന് മെയിൻറ്റെയിൻ ചെയ്യണം, അത് ബോഡിയുടെ പണിയാണ്. നമ്മളങ്ങോട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഭക്ഷണം ചൂസ് ചെയ്യും, പക്ഷേ ബാക്കി എല്ലാ റിസ്ക് എടുക്കുന്നത് എന്താണ്, നമ്മുടെ ബോഡി തന്നെയാണ്. അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, അത് വളരെ അസുഖമായിട്ട് നമ്മളിൽ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ആൽക്കഹോൾ. നമ്മൾ അമിതമായിട്ടും ആൽക്കഹോളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറയുന്ന അവസ്ഥ വരും, ചില ആളുകൾക്ക് ഹൈപ്പർ ഗ്ലൈസീമിയ ആകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് നല്ലോണം കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ബോഡിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഷുഗർ ഇംബാലൻസ് ബോഡിയിൽ എന്ത് നല്ലോണം ഉണ്ടാക്കുന്നുണ്ട്, ആൽക്കഹോൾ അബ്യൂസ് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് കൺട്രോൾ ആക്കണം എന്നുള്ളതാണ്. എസ്പെഷ്യലി നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗർ കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട്, ഡോക്ടർ ഞാൻ ഷുഗറൊക്കെ കൺട്രോളാണ് പക്ഷേ എനിക്ക് ക്ഷീണം വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഷുഗർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ കൂടെ കഴിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ ഒരാൾ മെഡിസിൻ കഴിച്ചു, അതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ദിവസേന കഴിക്കുന്നതിൻ്റെ അളവൊന്ന് കുറച്ചു, ഭക്ഷണത്തിലൊക്കെ മാറ്റം വന്ന് കൂടുതൽ പ്രോട്ടീനൊക്കെ ഫോക്കസ് ചെയ്ത് നല്ല ഫാറ്റുകൾ ഫോക്കസ് നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലം നമ്മൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഭക്ഷണത്തിലൂടെ ഭക്ഷണശൈലി മാറിയതോടുകൂടി ഷുഗർ ഒന്ന് കുറയും. അപ്പോൾ അങ്ങനെ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും വരും എന്നുള്ളതാണ്. അങ്ങനെ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഷുഗർ ഒന്നുകൂടെ ഫാസ്റ്റിങ്ങിൽ നോക്കണം. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുക, മെഡിസിൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഭക്ഷണം കുറയ്ക്കുമ്പോൾ, ഭക്ഷണത്തിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഷുഗറിൽ കുറവ് വരും. ഷുഗറിൽ മാറ്റം കുറവ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, പിന്നീട് മെല്ലെ മെല്ലെ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മെഡിസിൻ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. ചില ആളുകൾ എന്ത് ചെയ്യും, ഇതൊക്കെ ചെയ്യൂട്ടോ, എന്നിട്ട് ഷുഗർ കുറഞ്ഞെന്ന് പറയുമ്പോൾ വേഗം എന്ത് ചെയ്യും, ഒരു നാരങ്ങ വെള്ളമോ സർബത്തോ ഉണ്ടാക്കി മധുരട്ട് കലക്കിലാണ്ട് കുടിക്കും. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. അത് വലിയൊരു മിസ്റ്റേക്കാണ്, അതൊരിക്കലും ഉണ്ടാകരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി പ്രശ്നങ്ങൾ വരും, കിഡ്നിയിൽ ഡാമേജ് വരും, പിന്നെ ഈ പറഞ്ഞതുപോലെ ഡയാലിസിസ് വരുന്ന, ക്രിയാറ്റിൻ കൂടുന്ന കണ്ടീഷനൊക്കെ വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നെർവ്സ് ഡാമേജ് ആവും, കണ്ണിന് പ്രശ്നം വരും, കാഴ്ചക്ക് പ്രശ്നങ്ങൾ വരും, അതേപോലെ ഓർമ്മശക്തിക്ക് പ്രശ്നം വരും, ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ വരും, ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ വരും, അതുപോലെ സ്കിൻ ഡിസീസുകൾ കൂടും. ഇങ്ങനെ ഒട്ടുമിക്ക അസുഖങ്ങളും എന്ത് ചെയ്യും, നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരും എന്നുള്ളതാണ്. അത് ഒരുപാട് പേരിന്ന് അനുഭവിക്കുന്നൊരു സംഗതി കൂടെ തന്നെയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഷുഗർ കുറയ്ക്കാനും അതുപോലെ വിശപ്പ് മാറാനും ആരോഗ്യം കിട്ടാനും ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന, ചീപ്പായിട്ട് കിട്ടുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൊന്നാമത്തത് പച്ചക്കറികൾ, ഇലക്കറികൾ നല്ലോണം കഴിക്കുക എന്നുള്ളതാണ്. അതിൽ എസ്പെഷ്യലി ചീര നല്ലതാണ്, മുരിങ്ങയുടെ ഇല, അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ നല്ല രീതിയിൽ ഫൈബർ ഉണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഫൈബർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഷുഗർ നല്ല രീതിയിൽ മെല്ലെ ബോഡിയിൽ അബ്സോർബ് ആവും, പെട്ടെന്ന് എന്ത് ചെയ്യില്ല, അത് ഹൈ ആയിട്ട് റൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്കറികൾ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് പ്രോട്ടീൻസുകൾ, നല്ല പ്രോട്ടീൻസുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇറച്ചി നല്ലതാണ്, അതേപോലെ തന്നെ പയറ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ നന്നായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇറച്ചി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഇറച്ചി കഴിക്കുക, അല്ലെങ്കിൽ വറുത്ത് കഴിക്കുക, അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓയിലൊന്നുമില്ലാതെ പുഴുങ്ങിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കറി വെച്ചിട്ടൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ ഷുഗറുള്ള ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യും, നല്ല രീതിയിൽ ക്ഷീണം കുറയ്ക്കാനും അതുപോലെ മസിലിൻ്റെ സ്ട്രെങ്ത്ത് നിലനിർത്താനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പല ആളുകളും ഷുഗറുള്ള ആളുകൾ കണ്ടാൽ നല്ല വീക്കായിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക.
എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന്, അവർ ഓൾറെഡി ഭക്ഷണം കുറച്ചിട്ടുണ്ടായിരിക്കും, പ്ലസ് ഇറച്ചി മീനും തൊടേ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് എന്ത് ചെയ്യണം? നമ്മൾ ഇറച്ചും മീനും പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മളെ തവിടുള്ള അരി ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ചാമ അരി കഴിക്കുക, അതുപോലെ റാഗി, ഇങ്ങനെയുള്ള ഹോൾ ഗ്രെയിൻസുകൾ, ഓട്സ് പോലെയുള്ളത് എന്ത് ചെയ്യാം? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്, മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസുലിൻ്റെ സ്പൈക്ക് കുറക്കാൻ പറ്റും. ഇതിന് ആക്ച്വലി ഗ്ലൈസിമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന സ്പൈക്ക് കുറക്കാൻ പറ്റും. മാത്രമല്ല, ചില ആളുകൾ ചപ്പാത്തി കഴിക്കാറുണ്ടല്ലേ, ഷുഗർ കമ്പാരിറ്റീവ്ലി വലിയ വ്യത്യാസമൊന്നുമില്ല. ഗ്ലൈസിമിക് ഇൻഡെക്സിൽ ചോറും ചപ്പാത്തിയും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മാത്രമല്ല, പല ചപ്പാത്തി പൊടികളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആട്ടപ്പൊടികളിലൊക്കെ പലപ്പോഴും മൈദ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് തവിടുള്ള അരിയൊക്കെ എന്ത് ചെയ്യുക? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മില്ലറ്റ്സുകളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ നട്ട്സ്, എസ്പെഷ്യലി ഈവനിങ് സ്നാക്സ് ബേക്കറിക്ക് ഒഴിവാക്കി നല്ല ആൽമണ്ട് പോലെയുള്ള ബദാം, പിസ്ത, അങ്ങനെയുള്ള നട്ട്സുകൾ ഉൾപ്പെടുത്തുക എന്നുള്ള. നട്ട്സുകൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിലത് സോൾട്ട് ഉള്ളതുണ്ടോ, പിസ്തക്കഴിഞ്ഞ സോൾട്ട് ഉള്ളോ, അത് ഒഴിവാക്കണം കേട്ടോ. കാരണം ഉപ്പ് കൂടിയാൽ വീണ്ടും BP കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട്, മോർണിംഗ് സ്നാക്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. അതിൽ നല്ല വൈറ്റമിൻസും മിനറൽസും നല്ല ഫാറ്റ് അടങ്ങി, നമ്മൾ HDL കൊളസ്ട്രോൾ ഉണ്ടല്ലോ, നല്ല കൊളസ്ട്രോൾ, അത് കൂട്ടാൻ എന്ത് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നാകെ വാരി കഴിക്കരുത്. നമ്മളൊരു 6 ഡെയിലി കഴിക്കുക. ബദാമൊക്കെ ആണെങ്കിൽ സോക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ, വെള്ളത്തിലിട്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന. അതേപോലെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മത്സ്യം വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി സാൽമൺ പോലെയുള്ളത്, മത്തി പോലെയുള്ളത്, അയില പോലെയുള്ളത്, എസ്പെഷ്യലി ഇതിൽ omega-3 നല്ല റിച്ച് ആയിട്ടുള്ള മീനുകളാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറയും. ഷുഗറുള്ള ആളുകൾ പറയുന്നതാണ് കൈയും കാല് വേദന, മസിൽ കോച്ചിപ്പിടുത്തം, അങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആക്ച്വലി അതൊക്കെ ഒരു ഇൻഫ്ലമേഷൻ കാരണമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഷുഗർ മൂലം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ത്രൂ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ മീൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. മീൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളൊന്നാകെ എണ്ണ ഒഴിച്ചിട്ട് എന്ത് ചെയ്യരുത്? പൊരിച്ചെടുക്കരുത്. അത് കേട് വരുത്തിയുള്ളൂ, ചീത്ത കൊളസ്ട്രോൾ കൂടാൻ അത് കാരണമാക്കുന്നുള്ളൂ. അപ്പോൾ കറി വെച്ചത്, അതേപോലെ ചുട്ടത്, പുഴുങ്ങിയതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ബെനിഫിഷ്യലാണ്, നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കഴിക്കാതിലും ഈ പറഞ്ഞതുപോലെ omega-3 ഒക്കെ നല്ല റിച്ചായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഇൻഫ്ലമേഷൻ കുറക്കാൻ നമുക്ക് സഹായിക്കും. അതുപോലെ ഭക്ഷണത്തിൽ ടെർമറിക്ക്, അത് മഞ്ഞളുണ്ടല്ലോ, അതുപോലെ ഗാർലിക്, വെളുത്തുള്ളി നല്ലതാണ്. അതുപോലെ സിന്നമൺ, കറുവപ്പട്ട, ഇതൊക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക. ഇതും ഈ ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനൊക്കെ എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അതിന് കൂടെ തന്നെ ഗ്രീൻ ടീ എന്ത് ചെയ്യണം? നമ്മൾ മധുരം ഇടാതെ കഴിക്കണം കേട്ടോ. മോർണിംഗിലോ ഈവനിങ്ങിൽ കഴിക്കുകയാണെങ്കിൽ നല്ല റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തം ഇമ്പ്രൂവ് ആവാൻ, രക്തത്തിൻ്റെ ഓട്ടം കൂട്ടാനും, അതുപോലെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ ഭക്ഷണം എന്ത് ചെയ്യുക? ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഈ ഭക്ഷണം മൂലം ഞാനിത് ഒഴിവാക്കിയിട്ടില്ല, ഇതുകൊണ്ട് എനിക്കിത് കൂടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുകയും വേണം. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും വേണം. അതിന് കൂടെ തന്നെ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന സമയം, അത് കറക്റ്റ് സമയത്ത് കഴിക്കുക. തോന്നിയ സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഇംബാലൻസ് നല്ലോണം ഉണ്ടാകും. അപ്പോൾ എപ്പോഴാണോ വിശക്കുന്നത് ആ സമയം ഒരു കറക്റ്റ് ടൈം പീരീഡ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയാണ്, നമ്മൾ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്ന് നമുക്ക് ടൈമിംഗ് ഇല്ല, തിന്നുകൊണ്ടേയിരിക്കുക, തിന്നില്ലെങ്കിൽ തീരെ തിന്നില്ല എന്നുള്ള. അപ്പോൾ അങ്ങനെ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻസുലിൻ ലെവൽ ബോഡിയിൽ നല്ലോണം മാറ്റം വരും. അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും? കോശങ്ങൾക്ക് ഡാമേജ് വരുത്തുന്നതാണ്. അപ്പോൾ ആ കാര്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷുഗർ കറക്റ്റ് നോർമൽ ആവണമെന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? ഈ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. എന്നിട്ട് ഷുഗർ കുറയുന്നതിനനുസരിച്ച് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ മെഡിസിൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ഇതിനൊക്കെ പുറമെ തന്നെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഉറങ്ങാനും ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ വ്യായാമം ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഷുഗർ സിമ്പിളായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുടെ കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.